അതായത് ലോക്കലായിട്ട് ഞങ്ങൾ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ജാനുവിനോട് ഞങ്ങൾ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ജാനുവിന് അതിന് താല്പര്യമില്ല. ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവർ ഇവർ ഈ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് അവകാശമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ജനക്കൂട്ടം 500 കുടുംബക്കാരുണ്ടായിരുന്നു. വലിയൊരു ജനക്കൂട്ടം ഇങ്ങനെ കാട്ടിലേക്ക് വന്ന് കയറുന്നു, സമരം നടത്തുന്നു, അറിവൊക്കെ ഉണ്ട് നമുക്കന്നേരം. അവർ ഫോറസ്റ്റുകാർക്ക് വരെ പിടികിട്ടിയില്ല. ആ ഫോറസ്റ്റുകാർക്ക് പിടികിട്ടിയപ്പോഴത്തേക്ക് ഇവർ അവിടെ ആയിട്ട് അവർ പിന്നെ ഇറക്കാൻ പറ്റില്ലല്ലോ. അത് ലോക്കലായിട്ടുള്ള ബന്ധം ഇല്ല. നമുക്കിങ്ങനെ പോയി കാണാം എന്നുള്ളതല്ലാതെ ഇന്നർ ഡൈനാമിക്സ് നമുക്ക് അത്ര പിടികിട്ടില്ല. സുരേന്ദ്രൻ എൻ്റെ പണ്ട് മുതൽ ഈ ജാനു സമരത്തിനൊക്കെ മുമ്പ് മുതൽ എൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്, കുടുംബം മുഴുവൻ. അപ്പോൾ പുള്ളി ഇവിടെ വന്നുകൊണ്ടിരുന്നത്, ജാനു സമരത്തിൻ്റെ കാലത്ത് ഇവിടെ വന്നുകൊണ്ടിരുന്നത് തന്നെ ഞാനുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് പുള്ളി വന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്തെന്നാൽ, എനിക്ക് ഒരുപാട് NGOകളെ അറിയാം, പക്ഷെ നിങ്ങൾക്കൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് എനിക്ക് തന്നെ കൃത്യം അറിഞ്ഞൂടാ, വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ വരാനും നിങ്ങളുമായിട്ട് കൂട്ടുകൂടാനുള്ള. അപ്പോൾ പുള്ളിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പുള്ളി ഭയങ്കര ലോഹിയാണ്. ഇന്നും അതെ. പുള്ളി ഇപ്പോൾ റിട്ടയറായി. പുള്ളി ജാനു സമരത്തിൻ്റെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയും പോലീസ് മർദ്ദനമേൽക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. പുള്ളി ഇവിടുത്തെ സ്ഥിരം കക്ഷിയാണ്, ആയിരുന്നു അന്നും. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പലപ്പോഴും സമര ഭൂമിയിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ എൻട്രി ഇല്ലായിരുന്നു. അതായത് ലോക്കലായിട്ട് ഞങ്ങൾ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ജാനുവിനോട് ഞങ്ങൾ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ജാനുവിന് അതിന് താല്പര്യമില്ലായിരുന്നു. അത് ആരെങ്കിലുമൊക്കെ വന്ന് കയറി അവർ തോന്നിയ പോലെ അങ്ങനെയുള്ള അതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സ്ട്രോങ് ആയിട്ട് പിടിച്ചു. അവർക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു, അവർക്ക് എന്ത് ചെയ്യണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവും, കാണും, പോരും, ഔട്ട്സൈഡേഴ്സിനെ പോലെ. ഞങ്ങൾ ആ സമരത്തിൽ ഇൻവോൾവേ അല്ല. ഇങ്ങനെ പോയിട്ടുണ്ട്, ജാനുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജാനുവിൻ്റെ ഫോൺ നമ്പർ സുരേന്ദ്രൻ്റെ കയ്യിലുണ്ടാകും. ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ കക്ഷി ഇങ്ങനെ ആദിവാസികൾക്ക് നല്ലത് ചെയ്യണ അവിടെയൊക്കെ ഓടിയെത്തും. അങ്ങനെ ഒരു ടൈപ്പാണ് പുള്ളി. അങ്ങനെ പിന്നെ പുള്ളി ജാനുവായിട്ടുള്ള ബന്ധമുണ്ട് പുള്ളിക്ക്. അങ്ങനെ ഞങ്ങൾ ജാനു നേരിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ ലോക്കലായിട്ടുള്ള അങ്ങനെയുള്ള നിങ്ങളുടെ സപ്പോർട്ടൊക്കെ അവിടെ ഞങ്ങൾ വിലമതിക്കുന്നു, പക്ഷേ ഇപ്പോൾ ഈ സമരം ഞങ്ങൾ തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ അവർ തന്നെ അവസാനം വരെ നടത്തിയപ്പോൾ അറിയാമല്ലോ, അവസാനം വെടിവെപ്പിലൊക്കെ കലാശിച്ചു. CK ജാനു ആ കൂട്ടത്തിലില്ല, ആ ഒരു പോയ കൂട്ടത്തിലില്ല. CK ജാനു എന്നതിൻ്റെ CK ജാനും അത് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഗീതാനന്ദനും CK ജാനും. അപ്പോൾ അവർ ആരെങ്കിലും വിസിറ്റേഴ്സ് പോവുകയാണെങ്കിൽ ഗീതാനന്ദൻ ഉണ്ടാവും. ഗീതാനന്ദനും സപ്പോർട്ട് ചെയ്യേണ്ട കുറേ ആളുകൾ. അങ്ങനെ ജാനു അങ്ങനെ പുറത്ത് അങ്ങനെ ഇങ്ങനെയുള്ളവരൊന്നും വരില്ല. ഞങ്ങളുമായിട്ട് സംസാരിക്കുകയോ പുതിയതായിട്ട് ചെല്ലുമ്പോൾ സംസാരിക്കുന്നു കൊണ്ടുവന്നൊക്കെ ഗീതാനന്ദനാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ജാനു അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗീതാനന്ദനൊത്ത് ഞങ്ങൾ പോയി. അങ്ങനെയാണ് ജാനുവിനെ ആദ്യമായിട്ട് കാണുന്നത്. ആദ്യമായിട്ട് കാണുന്നത്. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശമായിരുന്നു എനിക്ക്. അതായത് ഇപ്പോൾ ഇവരുടെ ഇടയിൽ കുറേ കാലം ജീവിച്ച് ഇവരെയൊക്കെ പരിചയപ്പെട്ടല്ലോ. അങ്ങനെ ഇവരുടെ ഇടയിൽ ആരുമില്ല ഒരു ലീഡർഷിപ്പിനുള്ള തനതായിട്ടുള്ള ഒരു സംഘടിക്കലോ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒത്തുവരോ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഇവരുടെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് പൊരുതാൻ അതൊരു സ്ത്രീ ഇറങ്ങിയിരിക്കുന്നു.
ഒരു സ്ത്രീ മുന്നോട്ട്, അതൊരു ഭയങ്കര ഒരു അതിശയത്തോട് കൂടിയിട്ടുള്ള ഒരു ഒരു ഇത് സംഭവമായിരുന്നു അത്. അപ്പോൾ സ്ത്രീകൾക്ക് പലയിടത്തും സാധിച്ചിട്ടുണ്ട്, പല വലിയ നേട്ടങ്ങളും കൊയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ആ ജാനുവിനെ പറ്റി അറിയാനും ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവർ ലീഡർഷിപ്പ് ഇവർ ഈ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് അവകാശമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അന്ന് പ്രസ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കണക്ക് ആ സ്ഥലം പിടിച്ചെടുക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ പോയൊക്കെ എങ്ങനെയാണ് തങ്ങണത്? ഒരു കോർ ഏരിയയാണ് അവിടെ. അവർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്ക് പോയി സമരം ചെയ്യുന്നത് അവിടെ പിടിച്ചെടുക്കാനാണോ? അത് ആളുകൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടും കാട്ടിപ്പോയി അങ്ങനെ ചെയ്തു. പക്ഷെ അവർ ഉന്നയിച്ച അവകാശങ്ങളും പിന്നെ ഡിമാൻഡുകളും വേറെയായിരുന്നു. ആ സ്ഥലം കിട്ടാനല്ല, അവർക്ക് മരിക്കുമ്പോൾ കുഴിച്ചിടാനെങ്കിലുള്ള സ്ഥലം വേണമെന്നാണ് അവർ വാദിച്ചത്. അപ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടൊരു സംഗതിയാണ് അവരുടെ ഡിമാൻഡിൽ വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ജാനുവിനെ പറ്റി കൂടുതൽ അറിയുകയും അങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് തോന്നിയത്. വളരെ ആസൂത്രിതമായിട്ട് അവരോട് കയറിയത്. അവിടെ കാടിനകത്ത് കോളിയോർ റൈൻസിന് വേണ്ടിയിട്ട് പ്ലാന്റ് ചെയ്ത യൂക്കാലി വെട്ടിയ സ്ഥലമാണ്, വെട്ടി വെളുപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മറ്റ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ നോക്കിയൊക്കെ പരാജയമായി. ഇന്ന് എന്തോ ഒരു പുല്ല് കയറിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, മരങ്ങൾ വരെ ഇല്ല. അങ്ങനെ ഒരു എന്തോ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമായി പറഞ്ഞ കാടിനകത്ത്. ആ സ്ഥലം അങ്ങനെ ഉണ്ടെന്നൊക്കെ അവർക്ക് മനസ്സിലായിരിക്കും. അവർ മാനന്തവാടി ഭാഗത്തുനിന്നാണ് വരുന്നത്. എന്നിട്ട് അവർ ഇവിടെ പുല്ല് തൂക്കി ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഒരു റോഡ് കാണാം. ആ റോഡിൽ കൂടെ കുറേ അങ്ങോട്ട് പോയാൽ പുല്ല് തൂക്കി എന്നാണ് തോന്നുന്നത്, ഒരു കോളനിയുണ്ട്, പണിയരുടെ എന്ന് എനിക്ക് തോന്നുന്നത്. ആ കോളനിയിൽ നിന്ന് ഇങ്ങനെ കയറാൻ കാട്ടിലേക്ക് അവിടെ വന്ന് സംഘടിച്ച് കൂടിയിട്ട്, ഇത് ഫോറസ്റ്റുകാരൊന്നും അറിയുന്നില്ല, അവരറിയാതെ തന്നെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇവിടെ വന്ന് ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തി കാണും അവർ. എന്നിട്ട് അവിടെ നിന്ന് അവർ കയറുകയത്. കയറിയെല്ലാം കൂടിയിരുന്ന പിന്നെ ഫോറസ്റ്റുകാർക്ക് വരുന്നത്. അങ്ങനെ ഫോറസ്റ്റുകാരുടെ സംഘർഷമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ വലിയൊരു ജനക്കൂട്ടം, 500 കുടുംബക്കാരുണ്ടായിരുന്നു. വലിയൊരു ജനക്കൂട്ടം ഇങ്ങനെ കാട്ടിലേക്ക് വന്ന് കയറുന്നു, സമരം നടത്തുന്നു, അറിവൊക്കെ ഉള്ളൂ നമുക്കന്നേരം. അപ്പോൾ കിട്ടിയ ന്യൂസ് വെച്ച് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഇതിൽ പോയി. അപ്പോൾ അങ്ങനെ ഇവർക്ക് പെട്ടെന്ന് ന്യൂസ് കിട്ടുമല്ലോ, കാട്ടിലുണ്ടാവും ഇവർ. പെട്ടെന്ന് ഇവിടെ ന്യൂസ് കിട്ടി. ഇങ്ങനെ അവരിങ്ങനെ ഒരു പിന്നെ കാട്ടിൽക്കൂടെ പോണതുകൊണ്ട് ഒറ്റ വരിയായിട്ടേ പോകാൻ പറ്റുള്ളൂ, നിരന്ന് പോകാൻ പറ്റില്ല, മുഴുവൻ അടിക്കാടും ഒക്കെ ഉള്ളതാണ്. അതിലൂടെയാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ മാറ്റി അങ്ങനെ നടന്നു വേണം പോകാൻ. അപ്പോൾ ഒരു ഒറ്റ ലൈൻ. അപ്പോൾ എല്ലാവരും മുതുകത്ത് ചാക്ക് കെട്ടുണ്ട്, അങ്ങനെയൊക്കെ തലയിലുണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ന്യൂസ് കിട്ടി. ഞങ്ങൾ കുറുക്കിന് പോയിട്ട് അവർ അവിടെ ചെന്ന് ഇവർ ഞങ്ങൾ കണ്ട്. എങ്ങോട്ടാണ് പോണേന്നോ എവിടെയാണ് അവർ സമരം, ഒരു ഗ്രാഹ്യമില്ല, രഹസ്യമായിരുന്നു ഇത്. അവർ ഫോറസ്റ്റുകാർക്ക് വരെ പിടി കിട്ടിയില്ല. ആ ഫോറസ്റ്റുകാർക്ക് പിടികിട്ടുമ്പോഴത്തേക്ക് ഇവർ അവിടെ ആയിട്ട് അവർ പിന്നെ ഇറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവർ തമ്മിലുള്ള ലോക്കൽ ഫോറസ്റ്റ് പീപ്പിളായിട്ടുള്ള സംഘർഷം ഉണ്ടായി. അവരെ അടിച്ചിറക്കാൻ നോക്കി. അങ്ങനെയാണ് ഇവിടെ 2 മാസത്തെ ശിഷ്ടം ഉണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ സമരം ചെയ്ത് കിടന്നത്. അങ്ങനെ അവസാനം വെടിവെപ്പിലൊക്കെ കലാശിച്ച്. അപ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? അവർ ശരിക്കും ഒരുങ്ങിയിട്ടുണ്ട്. അവരിവിടെ വന്ന് കുടിൽ കെട്ടാനുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ, മറ്റേ കാടായതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ കമ്പും തൂണും അതൊക്കെ കിട്ടും. അതൊക്കെ അവരുടെ ആയുധങ്ങൾ കരുതിയിരുന്നു. ഒരു ആദിവാസികളാണല്ലോ, മുളയൊക്കെ ഇഷ്ടംപോലെ മുളയുണ്ട്. അങ്ങനെ ഒരു നല്ല അത്യാവശ്യം പുല്ലുണ്ട് മേയാനുള്ള. അപ്പോൾ അത്യാവശ്യം വാസയോഗ്യമായിട്ടുള്ള അവരുടെ വീട് പോലെയുള്ള കുടിലുകൾ കെട്ടാൻ അവർക്ക് പറഞ്ഞ സമയം കൊണ്ട് അതിനുള്ള ഉപകരണങ്ങളൊക്കെ കരുതി അവർ വന്നത്. പിന്നെ എന്തെന്ന് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവർ കരുതിയിട്ടുണ്ടാവണം. പിന്നെ അവർക്ക് ബന്ധം ഉണ്ടായിരുന്നു, ഈ അരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള പുറമേ നിന്ന് ആളുകൾ വരുമോ, അങ്ങനെ ആരെയും നിരോധിച്ചിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, പോയി കാണാമായിരുന്നു.
അങ്ങനെ ശരിക്കും ഒരുക്കം നടത്തിയിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ലോക്കലായിട്ടുള്ള ബന്ധം ഇല്ലാതായി. നമുക്കിങ്ങനെ പോയി കാണാം എന്നുള്ളതല്ലാതെ ഇന്നർ ഡൈനാമിക്സ് നമുക്ക് അത്ര പിടികിട്ടില്ല. ഞാനും എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അതൊരു ഒരു ഭയങ്കര കഴിവായിട്ട് ഞാൻ അന്നേ കണ്ടു. ഇത്രയും പ്ലാൻ ചെയ്തിട്ട് കാട്ടിൽ 2 മാസം നിന്നെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കതിന് സാധിച്ചത് വലിയ കാര്യം തന്നെയാണ്.